സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഡിജിപിയോട് റിപ്പോർട്ട് തേടി ഗവർണർ. നിലവിലെ സാഹചര്യം വിശദീകരിക്കാൻ നിർദ്ദേശം. ആക്ഷൻ പ്ലാൻ വിശദീകരിക്കണമെന്നും ഗവർണർ. സംസ്ഥാന വ്യാപക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഡിജിപി. കരിപ്പൂരിൽ വൻ ലഹരിമരുന്ന് വേട്ട. മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിന്റെ കരിപ്പൂരിലെ വീട്ടിൽ നിന്ന് പിടികൂടിയത് 1.5 കിലോ MDMA. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറി ആക്രമണം. മസ്തിക്കുണ്ട് സ്വദേശി സിനാനും മാതാവിനും മർദ്ദനം. കാസർഗോഡ് 15 വയസ്സുകാരിയുടെയും 42കാരന്റെയും മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കം. സംഭവത്തിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. വിഐപിയുടെ മകളായിരുന്നുവെങ്കിൽ അന്വേഷണം വൈകുമോ എന്ന ചോദ്യം. ഉദ്യോഗസ്ഥർ കേസ് ഡയറിയുമായി ഹാജരാകണമെന്ന് നിർദ്ദേശം. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പരസ്യ പ്രതികരണം നടത്തിയ M. പത്മകുമാറിനെതിരെ AK ബാലൻ. കഴിവുള്ള നിരവധി നേതാക്കളുണ്ടെന്നും എല്ലാവരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും പ്രതികരണം. നടത്തുന്ന പരസ്യ പ്രതികരണം വർഗശത്രുക്കൾക്ക് സഹായകമാകരുത്. പത്മകുമാറിന്റെ വിമർശനം പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്താകാമെന്നും AK ബാലൻ. സംസ്ഥാന BJPയുടെ പ്രവർത്തനത്തിൽ കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. പ്രവർത്തനത്തിൽ അതൃപ്തി അറിയിച്ച് അപരാജിതാസൻ MP. ഐക്യമില്ലായ്മ വലിയ പരാജയമെന്നും വിമർശനം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും റിപ്പോർട്ട് നൽകണം. ജാതി വിവേചനം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ നിയമ നടപടിയെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ. മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ക്രിസ്റ്റിയ ഫ്രീലാൻഡിനെ തോൽപ്പിച്ചു. വിജയം 86% വോട്ടുകൾ നേടി.